Hello everyone, good morning. Today we are going to handle another very important topic, that is Production Possibility Curve, PPC. Microeconomics I first module, exploring the subject matter of economics, very important area. The Production Possibility Curve, or it is also known as Production Possibility Frontier or Product Transformation Curve. ഒരു കാര്യം ഉറപ്പ് തരാം, യൂണിവേഴ്സിറ്റി എക്സാമിൽ എസ്സേ ടോപ്പിക്കായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഓർ അറ്റ്ലീസ്റ്റ് 5 മാർക്ക്, ദാറ്റ് ഈസ് ഷുവർ. ഓക്കെ, അതുപോലെ തന്നെ ഒരു 2 മാർക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഓർ ക്യാൻ യു ഡിഫൈൻ ദ സ്ലോപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? സോ ദിസ് ടോപ്പിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു ഫസ്റ്റ് ദ ഡെഫിനിഷൻ ഓഫ് PPC, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ദെൻ വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് ഓഫ് PPC. Okay, then we will discuss that topic with a beautiful diagram, production possibility curve, and we will explain the diagram and shifting of PPC, upward shifting of PPC and inward shifting of PPC. That is also very very important. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എസ്സേ ചോദിക്കുകയാണെങ്കിലും 5 മാർക്ക് ചോദിക്കുകയാണെങ്കിലും 2 മാർക്കിന് വരികയാണെങ്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കുക, ദെൻ PPCയുടെ ഒരു കർവ് വരക്കുന്നു, അസംഷൻസ് കൊടുക്കുന്നു, ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നു, നല്ലൊരു കൺക്ലൂഷനും കൊടുക്കുന്നു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ PPC, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കും, ഉൽപാദനം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ദെയർ കമ്പൈൻഡ് എഫേർട്ട് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. അല്ലേ, ഉൽപാദനം എന്ന് പറയുന്നത് അറിയാം. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സാധ്യത. പോസിബിലിറ്റി, സാധ്യതകൾ. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള വഴികൾ കാണിക്കുന്ന കർവാണ്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് ദ കോമ്പിനേഷൻസ് ഓഫ് പോസിബിലിറ്റീസ് ഓഫ് production of 2 goods in an economy by using all available resources in an efficient way. ഇവിടെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഇതിപ്പം ഞാനൊരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കേസാണ് പറയുന്നതെങ്കിൽ, ലഭ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപാദനം നടത്താനുള്ള സാധ്യതകൾ, ഓക്കെ, അത് ഒരു കർവൊക്കെ വെച്ച് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡൊക്കെ ആണെങ്കിൽ മൈക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിലാണെന്ന് നമുക്ക് പറയാം. എക്കോണമി അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സപ്പോസ് ദർ ആർ 2 ഗുഡ്സ്, വി ആർ പ്രൊഡ്യൂസിങ് ഓൺലി 2 ഗുഡ്സ്. ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും, മാൻ റിസോഴ്സസ്, മാൻ മെയ്ഡ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് വളരെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 പ്രോഡക്റ്റുകൾ, ഗുഡ് വൈ ഓർ ഗുഡ് എക്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ കർവ് ആണ് എന്ത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ എക്കണോമിക്സ് ദർ ഈസ് എ ടെക്നിക്, ദർ ഈസ് എ ട്രിക്ക്. ഫ്രം ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ വെരി മീനിങ് ഓഫ് ദാറ്റ് കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. I will show you the different names associated with production possibility curve. Production possibility curve is also known as production possibility frontier, PPF, or production possibility boundary, PPB, product transformation curve or product transformation boundary or product transformation frontier.
we already mentioned a very important point, that is, the fundamental problem of an economy. What is that problem? Scarcity. Okay. Scarcity of resources plus human wants are unlimited. Okay. That is, the first point. Production possibility curve actually illustrates scarcity and trade-offs. Okay. Trade-offs എന്ന് പറഞ്ഞാൽ you can increase one product only through decreasing some other product. ഒന്ന് കൂട്ടുമ്പോൾ മറ്റത് കുറയും. കാരണം ഇവിടെ സ്കേഴ്സിറ്റിയാണ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ എല്ലാ സാധന സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവങ്ങൾ ലഭ്യമാണെങ്കിൽ എന്താണ്? നോ മോർ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഈ ഒരു മാറ്ററെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഭവങ്ങളൊക്കെ സുലഭമാണെന്ന് വിചാരിക്കാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ലിമിറ്റഡ് ആണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് വി ആക്ച്വലി ഫേസിങ് the acute problem of scarcity, and resources are not only scarce but also alternative uses, and human wants are unlimited. Here how can we produce goods and services that demanded by the society by using the available resources in an optimum way? Okay, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രീവിയസ് വീഡിയോസ് ഫുള്ള് കാണണം കേട്ടോ. സ്കേഴ്സിറ്റി, ചോയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ that we have discussed. Okay, so production possibility curve actually reveals the problem of scarcity and trade-offs. Okay, and now PPC actually derived from the contract curve. Please understand that concept. And another important point is that slope of production possibility curve is MRT, marginal rate of transformation, that we will discuss. Indifference curve il varani marginal rate of substitution, MRS. Okay, and isocontil വരികയാണെങ്കിൽ MRTS, marginal rate of technical substitution. Okay, ഇവിടെ വരുന്ന എന്താണ്? സ്ലോപ്പ് ഓഫ് PPC എന്ന് പറയുന്നത് marginal rate of transformation. Okay, that is why it is also known as product transformation curve. Let me explain the clear-cut definition of production possibility curve. A production possibility curve or PPC is a curve which shows various combinations of the amounts of two goods which can be produced within the given resources and technology. Very simple. Yes, production possibility curve shows possibilities of amounts of two goods in which a country can produce by using all the available resources in an efficient way. Now we can simply explain the important assumptions that is associated with the PPC. Okay, there are 4 important assumptions. First one, the economy actually producing only two goods. There are two goods. Okay, and the economy actually facing limited and fixed quantity of resources. Okay, the resources are limited and also fixed. We know the problem of scarcity, and human wants are unlimited. And the level of technology is constant or fixed level of technology that existed in an economy. And fourth one, the country actually utilizing the resources in an efficient way or efficient use of available resources. Okay, these are the 4 key assumptions of PPC. Okay, now we can just draw a PPC or production possibility curve. Are you ready? Listen very carefully. Okay, see origin and OX axis, and this one OY axis. This is vertical axis and this is horizontal axis. Okay, OX axis actually representing goods X. It may be consumer goods. We can simply say consumer goods. Okay, and now OY axis represents good Y. It is for symbol analysis we can simply say capital goods. Okay, ഏത് ഗുഡ്സ് ആണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. This one, and see, this is the production possibility curve. Okay,
and this is concave to the origin. Indifference curve ഒക്കെ എന്തായിരുന്നു? Indifference curve ഒക്കെ നമുക്കറിയാം convex to origin ആണ് അല്ലേ? But PPC curve is concave to the origin, and we can simply represent a point like this A, and here point B, and this one C, and this point is D, and here we can take X. Okay, now very simple. It is very simple to draw the figure. This is the production possibility curve. Okay, see, as per the assumptions, the country is actually producing only two goods X and good Y, right? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഹൗസ് ഹോൾഡോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കേസ് എടുക്കുകയാണെങ്കിൽ ഇതെന്താ മൈക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള അനാലിസിസ് ആവും. ഒരു രാജ്യത്ത് മൊത്തമായിട്ട് എടുത്തിട്ടുള്ള അനാലിസിസ് ആണെങ്കിൽ ഇതെന്താണ് മാക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവ് ആവും. ഓക്കെ, ഇത് മനസ്സിൽ വെക്കണം. ഓക്കെ, now the important point here is that all the points that lies in the production possibility curve are efficient. Okay, ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേസ് പറയുകയാണെങ്കിൽ, that is allocative efficiency, that is optimum utilization of available resources എന്ന് പറയുന്ന പോയിന്റ്സ് കാണിക്കുന്നത് ഏതൊക്കെയാണ്? B, C and D. Okay, this is very important. Then what about the point A? That is the point A that lies inside the production possibility curve. PPC curve-ന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പോയിന്റ് A. And point A represents inefficiency, that is inefficient utilization of available resources. Okay, കാരണം എന്താണ്? A എന്ന് പറയുന്ന പോയിന്റിൽ ലഭ്യമായ വിഭവങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. We can see unemployment or underutilization of available resources like land or other natural resources and man-made resources. സാമ്പത്തിക മേഖലയിൽ ലഭ്യമായിട്ടുള്ള കപ്പാസിറ്റി ഉപയോഗിക്കപ്പെടാത്ത ഒരു പോയിന്റാണ് എന്ത്? പോയിന്റ് എ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്? ഈ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്കോ സിയിലേക്കോ ഡിയിലേക്കോ പോകാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി. ഓക്കെ, റൈറ്റ്. ദെൻ വാട്ട് അബൌട്ട് പോയിന്റ് എക്സ്? എക്സ് എന്ന് പറയുന്നത് ഹയർ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ബട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ വെച്ചിട്ട് അതെന്താണ്? ദാറ്റ് പോയിന്റ് ഈസ് അൺഅറ്റൈനബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അറ്റൈൻ ദാറ്റ് പോയിന്റ്. അൺഅറ്റൈനബിൾ. ഓക്കെ, നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത പോയിന്റാണ് ഏത്? പോയിന്റ് എക്സ്. ഓക്കെ, അപ്പം ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു എക്കോണമിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പോയിന്റാണ് എന്ത്? എക്സ്. നമുക്കറിയാം ഈ PPC ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഹയർ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. കാരണം എന്താണ്? വൈയും എക്സ് ഒക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പോയിന്റാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് നോ ഇനഫ് മെറ്റീരിയൽസ് ഓർ റിസോഴ്സസ് ടു അറ്റൈൻ ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. Point B, point C and point D are efficiency in allocation that attained by the nation. It is underutilization of available resources, and point X is unattainable or inattainable point. Okay, ഇനി വേറൊരു പോയിന്റ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റിലാണ് ഉൽപാദനം നടക്കുന്നതെങ്കിൽ ഇത്രയും Y എന്ന് പറയുന്ന ഗുഡ്സ് ഉൽപാദനം നടത്താൻ സാധിക്കും. ബട്ട് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും എന്താണ്? Y എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഗുഡ്സ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സിമിലർലി ഇവിടെയുള്ള ഒരു എക്സ്ട്രീം പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്? രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഗുഡ്സ് എക്സിന് വേണ്ടി ചിലവാക്കി. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് ബി, സി ആൻഡ് ഡി എന്ന് പറയുന്നത് എഫിഷ്യൻസി ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ എക്കോണമി ഇത്രയും എമൗണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ഇത്ര എമൗണ്ട് അവരെന്തുണ്ടാവുള്ളൂ? കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ.
Okay. Suppose the country has decided to produce more goods X. ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കട്ടോ. നമ്മളൊരു തിയറി, ഒരു കർവ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറച്ചൊരു ബ്രെയിന് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് വരികയാണ്. സിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആക്ച്വലി പ്രൊഡ്യൂസിങ് മോർ എക്സ് അല്ലേ? ഈ ഭാഗത്ത് നിന്ന് എക്സിൽ നിന്ന് അവരെത്ര ചെയ്തു? ഇത്രയും എക്സ് ഗുഡ്സ് എക്സിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയാണ്. ഓക്കെ. ബട്ട് ഇവിടെ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ രാജ്യം തീർച്ചയായിട്ടും ഇത്രയും വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും. വാട്ട് ഈസ് ദ മീനിങ്? That is, the country can produce more good X only by reducing the quantity of good Y. ഓക്കെ. കാരണം എന്താണ്? ഈ ഗുഡ് വൈയിലേക്ക് നീക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ എവിടേക്ക് റീഡയറക്റ്റ് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി റീഡയറക്റ്റ് ചെയ്യണം. ഓക്കെ. ദാറ്റ് ഈസ് വൈ the slope of production possibility curve is known as marginal rate of transformation. Okay, what do you mean by marginal rate of transformation? You can also expect a 2 mark. What do you mean by MRT, marginal rate of transformation? The slope of the production possibility frontier or curve at any given point is called the marginal rate of transformation. The slope defines the rate at which production of one good can be redirected. That means by reallocation of productive resources into production of the other. It means that one good can only be produced by diverting resources from other goods and so by producing less of them. ഇപ്പോൾ ഇനിയൊരു വേറെ എക്സാമ്പിൾ പറയുകയാണ്. സപ്പോസ് the country has decided to produce at this point D. That means they are producing more X, but they should reduce the production, the quantity of product Y. Okay, that is the slope of PPC is marginal rate of transformation. Production possibility curve വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ലിസൺ വെരി കെയർഫുള്ളി. ഫോർ എക്സാമ്പിൾ good X and good Y. This is capital goods. Okay. And this one consumer goods. Okay. നമ്മുടെ റൈസോ വീറ്റോ എന്തെങ്കിലുമൊക്കെ അസ്യൂം ചെയ്യും. ഓക്കെ. സപ്പോസ് the country is producing 100 units of good X, for example, kindles or something like that. Then the amount of good Y is 0. 100 യൂണിറ്റ് എക്സ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഗുഡ് എക്സിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഗുഡ് വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഇനി നൗ നിങ്ങൾ ഗുഡ് വൈ 25 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഗുഡ് എക്സ് നിങ്ങൾ എത്ര കഴിയുള്ളൂ? 75. ഓക്കെ. അപ്പോൾ ഗുഡ് വൈ 25 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്ര പ്രോഡക്റ്റ് ഇവിടെ ഗിവ് അപ്പ് ചെയ്തു, ഫോർഗോൺ ചെയ്തു ഗുഡ് എക്സിന്? 25 അല്ലേ? ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കട്ടോ. ഗുഡ് വൈ എന്ന് 25 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വിഭവങ്ങൾ കുറച്ച് ഏതിലേക്ക് ഉപയോഗിച്ചു? റീഡയറക്റ്റ് ചെയ്തു ഗുഡ് വൈയിലേക്ക് ഉപയോഗിച്ചു. ദെൻ 25 യൂണിറ്റ്സ് വന്നു. എക്സ് എന്തായി? 75 ആയി. ദെൻ ഗുഡ് എക്സ് 50 ആണെങ്കിൽ ദെൻ ഗുഡ് വൈ 50. ദെൻ സിമിലർലി ഗുഡ് വൈ 75 ആക്കുകയാണെങ്കിൽ ദെൻ ഗുഡ് എക്സ് നിങ്ങൾക്ക് 25 ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ദെൻ അനദർ എക്സ്ട്രീം സിറ്റുവേഷൻ ഗുഡ് വൈ 100 ആക്കി ദെൻ ഗുഡ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഓക്കെ, വളരെ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. ഷിഫ്റ്റിംഗ് ഓഫ് PPC. ഓക്കെ. ഈ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു എസ്സേ ടോപ്പിക് മനസ്സിൽ കാണണം കേട്ടോ. See, in the case of shifting of production possibility curve, we can see two possibilities. One is outward. That is an outward shifting of production possibility curve, and second one inward shifting of production possibility curve. Okay. In the case of outward shifting of production possibility curve, you can simply say like this. Very simple to understand. Then Y, O, X. Here good X and here one good Y. And this is the production possibility curve 1. Okay. 1.
and this is the outward shifting of production possibility curve. Okay, P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും Qയിലേക്ക് വരുന്നു. That is, the country can produce more goods and also more Y. Okay, Y എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കുറക്കാതെ തന്നെ എക്സിന് എന്ത് ചെയ്യുക, എക്സിനും വൈനും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ്സ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്കേഴ്സ് ആയിട്ടുള്ള വിഭവങ്ങൾ എത്ര മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കാരണം എക്കണോമിക് ഗ്രോത്ത്, കാരണം ഈ ഒരു പോസിബിലിറ്റീസ് എപ്പോഴും ഉണ്ടാവുക, ഒന്ന് ലേബറേഴ്സിന് നല്ല എഡ്യൂക്കേഷനും സ്കില്ലും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ട് ക്വാളിറ്റി ഓഫ് ലേബർ ഫോഴ്സ് എൻഹാൻസ്ഡ്. അതുപോലെ ഓൺ അക്കൗണ്ട് ഓഫ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ. ഓക്കെ, അതുപോലെ രാജ്യത്തുള്ള വിഭവങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ടെക്നോളജിയും ലേബർ ഫോഴ്സൊക്കെ ഉഷാറാകുമ്പോൾ ഈ ഔട്ട്വാർഡ് ഷിഫ്റ്റിംഗ് ഓഫ് PPC സംഭവിക്കുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് എക്കണോമിക് ഗ്രോത്ത്. Okay, on the other hand, suppose this happened, that is inward shifting of production possibility curve. Suppose this one R, it is economic stagnation ആണ് അല്ലേ, സാമ്പത്തിക വളർച്ച കുറയാണ്, എക്കോണമി ചുരുങ്ങാണ്. ലേബർ ഫോഴ്സ് ഷ്രിങ്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലൊക്കെ കുറയുമ്പോൾ രാജ്യത്തിൻ്റെ വളർച്ച മുരടിക്കും, വളർച്ച കുറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ, ഔട്ട് വാർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, ദെൻ ഓപ്പോസിറ്റ് കേസിലാണെങ്കിൽ അതെന്താണ്, എക്കോണമിക്ക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല, എക്കോണമി തളരുകയാണ് എന്നുള്ളതും പറയാം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. കാരണം ഒരു എക്കോണമിയിൽ വിഭവങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാനും, അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു, രാജ്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന പ്രോഡക്ട്സ് ഏത്, ഇങ്ങനെ പ്രയോറിറ്റൈസേഷൻ, അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഓർ എക്കണോമൈസിങ് ദി അവൈലബിൾ റിസോഴ്സസ്, ഈ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കർവ് ആണത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്, ഇറ്റ് ഈസ് റിയലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ കർവൊക്കെ നല്ല വരച്ചിട്ട് റിവിഷൻ തന്നെ നടത്തുക, ഡെഫിനിഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അസംഷൻസ് മനസ്സിലാക്കുക, വളരെ ചിട്ടയോടുകൂടി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.